ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഫാക്ടറിയിൽ എന്താണ്, ഒരു ഹെമിസ്ഫെറിക്കൽ ടാങ്കാണുള്ളത് അല്ലേ. അതിൽ വാട്ടർ സ്റ്റോർ ചെയ്യൽ അതിലാണ്. ഓക്കെ, ഇപ്പം അതിൽ എത്ര വാട്ടർ ഉണ്ട്? 50 കിലോ ലിറ്റർ വാട്ടറാണ് അതിലുള്ളത് അല്ലേ. 50 കിലോ ലിറ്റർ വാട്ടറാണ് അതിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ടോട്ടൽ വാട്ടർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിൽ ഇൻറ്റേർണൽ ഡയമീറ്റർ 40 മീറ്റർ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസ് 7 മീറ്റർ ആണെന്ന് കണ്ടെത്താം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ടോട്ടൽ വോളിയം കണ്ടിട്ട് അതിൽ നിന്ന് 50 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്കുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ വോളിയം കണ്ടെത്തി വെക്കാം. വോളിയം ഈസ് ഈക്വൽ ടു πr³ അല്ലേ, ഇൻറ്റു 2/3 അല്ലേ. 2/3 πr³ അല്ലേ എന്ത്, നമ്മളെ വോളിയം ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് വാല്യൂ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? എന്നിട്ട് നമുക്ക് യൂസ് ചെയ്ത വാട്ടറിൻ്റെ വോളിയം കണ്ടെത്താൻ 50 മൈനസ് ചെയ്യും വേണം അല്ലേ. 50 കിലോ ലിറ്റർ മൈനസ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വോളിയം കണ്ടെത്തി വെക്കാം. പൈക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 22/7 കൊടുക്കാം അല്ലേ. 22/7 ഇൻറ്റു 7³ അല്ലേ. 7³ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 2/3. ഓക്കെ, 7 നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി എന്തുണ്ട്? 22 ഇൻറ്റു 7 ഇൻറ്റു 7 49 ഇൻറ്റു 2/3 ഇതാണ് ബാക്കിയുള്ളത്. ഓക്കെ, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 22 ഇൻറ്റു 2 44 ഇൻറ്റു 49/3. നമുക്ക് സിമ്പിളായതൊക്കെ നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമുക്ക് പിന്നെ കാൽക്കുലേഷനിലേക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 44 ഇൻറ്റു 49 ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? 2156 ആണ് കിട്ടുക, ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇത് ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 718.666 കിട്ടും. ഓക്കെ, അപ്പം 67 എഴുതാം. അപ്പോൾ ഇതാണ് എന്ത്, നമ്മൾ ആ ടാങ്കിൻ്റെ ടോട്ടൽ വോളിയം അല്ലേ. 718.67 m³. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് 50 മൈനസ് ചെയ്യണം. ഈ 50 കിലോ ലിറ്റർ എന്ന് പറഞ്ഞാൽ 50 കിലോ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 50 m³ ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റായിട്ട് നമുക്ക് വോളിയം ഓഫ് യൂസ്ഡ് വാട്ടറിൻ്റെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നേരെ ഡയറക്റ്റായിട്ട് മൈനസ് ചെയ്താൽ മതി. 718.67 മൈനസ് 50 അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 668.67 m³. അപ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്ത വാട്ടറിൻ്റെ അളവ്? എന്താണ്? 668.67 m³ അല്ലെങ്കിൽ കിലോ ലിറ്റർ എന്നും പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേ?